ഞാനാ കോഫി ഉണ്ടാക്കിയേ. കൊള്ളാവോ? എങ്ങനെയുണ്ട്? അപ്പൊ കോഫി മെഷീൻ അല്ലേ കോഫി ഉണ്ടാക്കുന്ന? അതെ, പക്ഷെ അതെന്റെ കോഫി മെഷീൻ ആണല്ലോ. ഇറ്റ്സ് ഇമ്പോർട്ടഡ് ഫ്രം USA. അതിലുണ്ടാക്കുന്ന കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ. ഓ റിയലി? യെസ്, അത് പോർട്ടബിൾ ആണ്, ജപ്പാൻ ടെക്നോളജി ആണ്, കറണ്ട് പോലും വേണ്ട, ബാറ്ററിയിൽ ഓടിക്കോളും. സോറി. ആയിക്കോട്ടെ. ഹലോ, എങ്ങനെയുണ്ട് അതിന്റെ പെർഫോമൻസ്? കൊളാക്കിയല്ലടാ. എന്താ നീ എന്താ സെയിൽസ്മാനാ? ഇമ്പോർട്ടഡ് ഫ്രം USA, ജപ്പാൻ ടെക്നോളജി. നീ കോഫി മേക്കർ വിൽക്കാൻ വന്നതാണോ അതോ അവളെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാണോ? അവക്ക് ഇഷ്ടല്ലടാ കോഫി. അതിന് ഇങ്ങനെ കത്തി വെക്കണോ? പോർട്ടബിൾ ആണ്, ബാറ്ററി ലോഡും. അതിനേക്കാൾ അവൾക്ക് യൂസർ മാനുവൽ എടുത്ത് കൊടുക്കാൻ. എടാ ഞാൻ പഠിപ്പിച്ച് തന്നേക്ക്, നീ മറന്നുപോയോ? അല്ല, ഇനി നമുക്ക് ശരിയാക്കാം. എന്താ രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം? ഏയ് അങ്ങനെയൊന്നുമില്ല. നീരജിന് പലതരം കോഫികൾ ഉണ്ടാക്കാൻ അറിയാന്ന് പറയായിരുന്നു. ഓ, നീരജിന് പലതരം കോഫി ഉണ്ടാക്കാൻ അറിയാമോ? എന്തൊക്കെയാ കേക്കട്ടെ? ഫോർ എക്സാമ്പിൾ, അല്ല കൊറേ ഉള്ളോണ്ടേ മറന്നുപോയി. എന്നാലും ഇത്ര പെട്ടെന്നല്ല മറന്നു പോയോ? വർഷ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഞാൻ ലേറ്റ് ആയല്ലോ മോളെ. ഇല്ല അങ്കിൾ. എന്താണ് ഇവിടെ പരിപാടി? കുറച്ചു ദിവസമായി വർഷമോള് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാ നിന്നെയൊക്കെ ഒന്ന് കൈ കിട്ടിയത്. CAയുടെ മോളെ തന്നെ നിനക്കൊക്കെ പുറകെ കമന്റ് അടിക്കണം അല്ലേ? ശരിക്കൊരു അബദ്ധം പറ്റിയതാണ് സാർ. ഞങ്ങളുടെ പുതിയ കോഫി മേക്കർ ഇന്ന് രാവിലെ കളവ് പോയി. പഴയ കോഫി മേക്കറിലെ സാറിന് തന്ന കോഫി ഉണ്ടാക്കിയത് അത് കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ടാ കോഫി അങ്ങനെ പോയത്. റോയ് ഡെന്നീസിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ സാർ, ഞങ്ങൾ ചെറുപ്പം മുതൽ അറിയും. ഡെന്നീസ് കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കുന്നില്ല. താങ്ക് യു സാർ. മേ കമിൻ സർ? വരൂ വരൂ. സർ, വർഷയുടെ പിന്നാലെ ശല്യം ചെയ്ത് നടന്ന ടീംസിനെ കിട്ടിയിട്ടുണ്ട് സർ. ആഹാ, അവനെ ഇങ്ങോട്ട് വിളിക്ക്. ഇങ്ങോട്ട് കയറി വാടാ. ഇങ്ങോട്ട് പറയേക്കടാ. സർ, ഇവരുടെ കയ്യിൽ ഒരു കോഫി മേക്കർ ഉണ്ട്. ചോദിച്ചപ്പോ നിന്ന് പരിങ്ങുന്നു. എവിടുന്നോ അടിച്ചു മാറ്റിയതെന്ന് തോന്നുന്നു. അങ്ങനെ വരട്ടെ. റോയ്, ആ കോഫി മെഷീൻ തന്റെ ആണോ നോക്കിയേ. ശരി സാർ. ആ അതെ സാർ, അത് തന്നെയാണ് സാർ കോഫി മെഷീൻ. അപ്പൊ റോയ്ക്ക് ഇവരെ അറിയാമോ? അത് പിന്നെ എവിടേക്കോ കണ്ടിട്ടുണ്ട്, വലിയ പരിചയമൊന്നുമില്ല. ഏതായാലും ഒരു പരാതി എഴുതിത്താ. ഇവരെ 2 ദിവസം അകത്തിട്ടാലേ അവനൊക്കെ പഠിക്കൂ. അയ്യോ വേണ്ട സാർ, ഏതായാലും കോഫി മെഷീൻ തിരിച്ചു കിട്ടിയില്ലേ. എനിക്ക് പരാതിയൊന്നുമില്ല. ഇവരെ വെറുതെ വിട്ടേക്ക് സാർ, കൊച്ചു പിള്ളേരല്ലേ. നിങ്ങളൊക്കെയാണ് ഇവനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. സാർ എന്നാ പിന്നെ എന്റെ സാധനം അല്ല കോഫി മെഷീൻ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? ഓക്കെ ഓക്കെ. റോയ് ഓഫീസിൽ നിന്ന് പേപ്പേഴ്സ് എടുത്തു. റോയുടെ കോഫി ഷോപ്പിന്റെ പേപ്പേഴ്സ് എടുത്ത് കൊടുത്തേക്ക്. സർ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. റോയിച്ചോ എന്നോടിക്കൊണ്ടോ. ഞാൻ വെച്ചോ. ആ ഹലോ വക്കീലേ, ഒരു ചെറിയ ഹെൽപ്പ് വേണമല്ലോ. എടാ നീരജെ, വർഷയുടെ അച്ഛൻ CA ആണെന്ന് നീ എന്താടാ നേരത്തെ പറയായിരുന്നു? അത് ഞാൻ മറന്നുപോയടാ, സോറി അളിയാ. ഗോളടിച്ചിട്ട് കോളിയോട് സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോടാ? ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരിക്കും എന്ന് രാവിലെ പറഞ്ഞിട്ട് പോയപ്പോ നീ അത് ഇത്രയ്ക്ക് അച്ചട്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. സോറി റോയിച്ച, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വഷളാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല, പക്ഷെ നീ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് ഞാൻ വിചാരിക്കണമായിരുന്നു. എന്നാലും റോയിച്ച അവിടെ വെച്ചിട്ട് എന്നെ പരിചയമില്ലാന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. അതെന്റെ ചങ്കിലാ കൊണ്ടത്. എങ്കിൽ നന്നായി പോയി. ഞാൻ ആ വക്കീലിനെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു 2 എണ്ണത്തിനെ 2 ദിവസം ലോക്കപ്പിൽ പിടിച്ചിട്ടാണ്. അതായിരുന്നു ചെയ്യേണ്ടിരുന്നത്. 2 ദിവസം മനുഷ്യന് സമാധാനം കിട്ടുമായിരുന്നല്ലോ. റോയിച്ച എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇവനൊക്കെ കെട്ടിട്ടടിക്കണ റോയിച്ച, അതാ വേണ്ടത്. നാട്ടുകാർക്കൊക്കെ പെണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നീ ആര്, ലവ് ഗുരുവോ? അതാ നീരജിന് ഹെൽപ്പ് വേണോന്ന് പറഞ്ഞപ്പോ ഞാൻ പോയതാ. അതിലെന്താ എത്ര വലിയ തെറ്റ്? ഷോപ്പിലെ കോഫി മെഷീൻ എടുത്തോണ്ടാണോ ഹെൽപ്പ് ചെയ്യാൻ പോണത്? ആ കോഫി കേടായതും ആ CI ഒച്ചിട്ടും ഒക്കെ ഇവൻ ഒരുത്തം കാരണമാണ്. ഓ, അതും ഇപ്പൊ എന്റെ തലയിലാക്കിക്കോ. നിനക്ക് മര്യാദ കോഫി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തതിന് ഞാനെന്ത് ഒഴിച്ചു? നീ ആ കോഫി മെഷീൻ കൊണ്ടത് കൊണ്ടാ ആ പഴയ കോഫി മെഷീനും കൊണ്ട് കോഫി ഉണ്ടാക്കേണ്ടി വന്നത്. നമ്മുടെ കഷ്ടകാലത്തിന് ആ പഴയ കോഫി മെഷീൻ വർക്ക് ചെയ്യാത്ത ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ കോഫി മെഷീൻ എന്താ പ്രശ്നം? 4 ദിവസം മുമ്പ് ഞാനതിൽ കോഫി ഉണ്ടാക്കി കുടിച്ചാണല്ലോ. അപ്പൊ ഇന്ന് കോഫി ഉണ്ടാക്കുമ്പോ എങ്ങനെ അത് ചീത്തയായി? ആ എന്നാ പാറു, നീ ഒരു കാര്യം ചെയ്. നീ ഇപ്പൊ അതിലൊരു 3 കോഫി ഉണ്ടായിക്കൊണ്ടുവാ. എന്താ പ്രശ്നം നമുക്ക് നോക്കാലോ. ഓക്കെ, I'll just come.
എന്താടി ഇത് ആ സി ഐ തേറി പറഞ്ഞില്ലേ ആവശ്യമുള്ളൂ. എന്തത്? എന്താ നീ ഇതിലിട്ടത്? റോഷൻ വാങ്ങിയ പുതിയ കോഫി പൗഡർ ഞാൻ ഇട്ടത്. എന്നാ അത് ചീത്തയായ കോഫി പൗഡർ ആയിരിക്കും. കോഫി പൗഡറൊക്കെ ഇത്ര പെട്ടെന്ന് ചീത്തയാവോ? നീ ആ ടിന്നെടുത്തിട്ട് വന്നേ. ആനന്ദ ഇവിടെ വന്നടാ. ദൈവമേ, ഏ? എന്താ റോജ? നീ എന്താ ഇവിടെ പലചരക്കട നടത്തുന്നുണ്ടോ? എന്തൊക്കെയാകത്ത് നിറച്ചു വെച്ചേക്കുന്നത്? അത് ഞാൻ കുക്കിംഗ് പഠിക്കാൻ വേണ്ടി ചെയ്തതാ. അവൻ്റെ ഒരു കുക്കിംഗ് നിങ്ങൾക്കൊക്കെ തോന്നുന്ന പോലെ വൃത്തിയേടാക്കിയാണല്ലോ ഞാൻ ഈ കോഫി ഷോപ്പ് നടത്തുന്നത്. 5 മിനിറ്റിന് എല്ലാം പെറുക്കിയെടുത്ത് കാലിയാക്കിയേക്കണം. നിന്റെ എന്തേലും സാധനം പിന്നെ ഇവിടെ കണ്ട ഞാൻ വലിച്ചെറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. വേണ്ട റോജ, ഞാൻ എല്ലാം പാക്കപ്പ് ചെയ്തോളാം. എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നാ മതി. ആ. ഓ, അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം പാക്ക് ചെയ്തെടുത്തു. ആ, ഇതിവിടെ ഉണ്ടായിരുന്നോ? ഇനി ഇതും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ പൊടിച്ചിട്ട മല്ലിപ്പൊടിയുടെ നല്ല 1 തരം മല്ലിപ്പൊടിയായിരുന്നു. ശ്ശേ. കുടി. നീയൊക്കെ കാണിച്ചു വെക്കുന്ന പൊട്ടത്തരങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നത് ഞാനാ. ഏതായാലും നീ ഇത് കംപ്ലീറ്റ് കൂടി. നീ വിവരക്കേട് കാണിക്കാൻ നോക്കുമ്പോ ഇത് ഓർമ്മ വരട്ടെ. എന്റെ കോഫി ഷോപ്പിൽ കയറി ഇനി നിന്റെ കുക്കറി ഷോ വേണ്ട.